ഹലോ ഗൈസ്, വീണ്ടും ഒരു മുട്ട പരീക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ചിക്കൻ മസാല, കുറച്ച് ഉള്ളി, കുറച്ച് മുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എനിക്ക് ഇത്രയും സ്പീഡൊന്നും ഇല്ല കേട്ടോ. സ്പീഡ് പിന്നെ കൂട്ടാലോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടിയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയിലിട്ട് വെച്ച സെയിം പൊടികൾ തന്നെ വീണ്ടും ഇടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ചിക്കൻ മസാല, ഗരം മസാല യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ടു എന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു വട്ടത്തിലുള്ള ഷേപ്പിലാക്കി എടുക്കുക. അതിപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെ ചാക്കിക്കോളി. എന്നാലും ഒരു വട്ടത്തിലുള്ള ഷേപ്പിലാക്കിയെടുത്ത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വട്ടത്തിലോ ചതുരത്തിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ വട്ടത്തിലാക്കി കൊടുത്തിട്ട് അതൊന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് എല്ലായിടത്തും ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കൊരു 8ൻ്റെ പണി കിട്ടിയത്. ഇതെങ്ങനെ നോക്കിയിട്ട് മറിച്ചിടാൻ പറ്റണില്ല. ഇനി ഉള്ളി കൂടിപ്പോയതിൻ്റെ ആണോ മുട്ട കുറഞ്ഞു പോയതിൻ്റെ ആണോ എന്ന് അറിയാൻ പാടില്ല. പഠിച്ച പണി 18 നോക്കി. പിന്നെ അങ്ങനെ കറക്കി അറിയാൻ പറ്റണവർക്കൊക്കെ സാധിക്കും. നമുക്ക് പിന്നെ ആ സ്കില്ലൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിന്ന് എങ്ങനെയൊക്കെയാണ് കുത്തി ഇളക്കി ഇങ്ങനെ ആക്കിയെടുത്തു. ഇനിയിപ്പോൾ അത് കഴിച്ചു നോക്കുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും കുറച്ച് വേർത്തു. എന്തായാലും വേണ്ടില്ല, ഉണ്ടാക്കിയില്ലേ. ഇനി നമുക്ക് കുറച്ച് ചോറും കൂട്ടി കഴിച്ചു നോക്കാം. ഇതുണ്ടെങ്കിൽ വേറെ കറി വേണ്ടാന്നൊക്കെയാണ് കണ്ടത്. സാധനത്തിന് ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് അബ്ബാരാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ട്രൈ ചെയ്യണേ.